ലോകകപ്പ് മത്സരം വളരെ ആവേശത്തോടു കൂടി ഏറ്റെടുത്ത ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ വീറും വാശിയും താല്പര്യമൊക്കെ നമ്മളെ ആളുകളുടെ ഇടയിൽ പാതയോരങ്ങളിലായാലും വീടുകളിലായാലും മറ്റ് പൊതുസ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ അലവലി ഇപ്പോഴും നിൽക്കുകയാണ്. പ്രത്യേകിച്ചും നമുക്ക് ഫുട്ബോളിൻ്റെ ലോകകപ്പ് ഫുട്ബോളിൻ്റെ മത്സരം കഴിഞ്ഞ ശേഷം നമുക്കതിൻ്റെ ഫ്ലക്സുകളൊക്കെ വളരെ നല്ല രീതിയിലുള്ള പ്രചാരണ ഘോഷങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും ഉള്ളത് നമുക്കറിയാം. പാതയോരങ്ങളിലൊക്കെ പൊതുയിടങ്ങളിലൊക്കെ നല്ല വലിയ വലിയ ഫ്ലക്സ് ബോർഡുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ബഹുമാനപ്പെട്ട നമ്മുടെ പാലക്കാട് ജില്ലാ കളക്ടർ അത്തരം ഫ്ലക്സ് ബോർഡുകളൊക്കെ പലയിടങ്ങളിലും തകർന്നു വീഴുകയും നല്ല ശക്തമായ കാറ്റും ഉള്ള സമയങ്ങളായി ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ശക്തമായ കാറ്റും മഴയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഫ്ലക്സ് ബോർഡുകളൊക്കെ തകർന്നു വീണ് വഴിയാത്രക്കാർക്ക് അപകടം ഉണ്ടാകുന്ന വാഹനങ്ങളുടെ മുകളിലേക്ക് വീഴുന്നതൊക്കെ ആയിട്ട് ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അടിയന്തരമായിട്ട് ഈ ഫ്ലക്സ് ബോർഡുകളൊക്കെ നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ ഇത്തരം നിർദ്ദേശങ്ങൾ അടിയന്തരമായി നടപ്പാക്കണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള കത്തുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വലിയ ഗ്രാമപഞ്ചായത്തിലുള്ള പാതയോരങ്ങളിലും പൊതുയിടങ്ങളിലൊക്കെ ഉള്ള ഫ്ലക്സ് ബോർഡുകൾ വളരെ അടിയന്തരമായിട്ട് നീക്കം ചെയ്യണം. അതുമൂലം മറ്റ് വഴിയാത്രക്കാർക്കും വാഹനങ്ങൾക്കുമൊക്കെ അപകടം ഉണ്ടാകുന്ന സ്ഥിതി ഒഴിവാക്കേണ്ടതാണ്. ഇത്തരം ഫ്ലക്സ് ബോർഡുകളൊക്കെ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ വലിയ തോതിൽ പ്രത്യേകിച്ചും പാതയോരങ്ങളിലാണ്, പ്രധാന ഹൈവേയുടെ ഒക്കെ സൈഡുകളിലാണ്. നമുക്കറിയാം ഫ്ലക്സ് ബോർഡുകളൊക്കെ നിരോധിച്ചില്ല. ഹൈക്കോടതി ഇടയ്ക്കിടയ്ക്ക് ഉത്തരവ് പുറപ്പെടുവിച്ച് പാതയോരങ്ങൾ സൈഡിൽ നിന്ന് ഇതൊക്കെ മാറ്റണം എന്ന് നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാൻ വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. പക്ഷേ ലോകകപ്പിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് അതിനൊരു മൗനാനുവാദം എന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നത്. എന്തായാലും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഇത്തരം ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് തന്നെ ഇത് അടിയന്തരമായി നീക്കം ചെയ്യുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അത് നല്ല രീതിയിൽ അത് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സർക്കാർ അതിൻ്റെ നടപടികൾ ഹൈക്കോടതിയും മറ്റിതര സംവിധാനങ്ങളൊക്കെ ഇടപെട്ടാൽ ഒരു കർശനമായ നടപടി സ്വീകരിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് മാറും. അതുകൊണ്ട് ബന്ധപ്പെട്ട എല്ലാവരും ഇത്തരം ഈ ഫ്ലക്സ് ബോർഡുകളും മറ്റും പാതയോരങ്ങളിൽ നിന്ന് അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് 0% പണിക്കൂലി. അതുല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി റോഡ്, കൊപ്പം.